ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ഫോം എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ ഫോം എന്ന് പറയുന്നത് എ ഫംഗ്ഷൻ ഓഫ് അനദർ ഫംഗ്ഷൻ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇ റൈസ് ടു സൈൻ എക്സ്. അപ്പോൾ ഇ റൈസ് ടു എക്സ് ആണ് വരേണ്ടത്, പക്ഷേ എക്സിന് പകരം ഇവിടെ സൈൻ എക്സ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നല്ല പറയേണ്ടത്, ഫംഗ്ഷൻ ഓഫ് സൈൻ എക്സ് എന്നാണ് പറയേണ്ടത്. ഈ സൈൻ എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്, അതിന് എഫ് എക്സ് എന്ന് കൊടുക്കാം. ഫംഗ്ഷൻ ഓഫ് അനദർ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പുറത്തുണ്ടാവണം. ഇവിടെ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്, അത് ഈ ഫംഗ്ഷൻ്റെ പുറത്തുണ്ട്. അപ്പോൾ എ ഫംഗ്ഷൻ ഓഫ് അനദർ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് എക്സ്. എ ഫംഗ്ഷൻ ഓഫ് എഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സ്. ഈ ടൈപ്പിലുള്ള ഫംഗ്ഷൻസ് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് ചെയ്യേണ്ടത് ഈ ഫംഗ്ഷൻ്റെ അകത്തുള്ള എഫ് എക്സ് ഉണ്ടല്ലോ, അതിന് പകരം യു എന്ന് കൊടുക്കണം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഫംഗ്ഷൻ ഓഫ് സൈൻ എക്സ് എന്നാണ് വരുന്നത്. അപ്പോൾ സൈൻ എക്സിന് പകരം നിങ്ങൾ യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു യു. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് എക്സ് എന്ന് കിട്ടും. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഡി എക്സ്, റൈറ്റ് സൈഡിൽ ഡി യു എന്ന് വരും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഇ റൈസ് ടു യു ഇൻറ്റു ഡി യു എന്ന് വരും. ഇ റൈസ് ടു സൈൻ എക്സ്, സൈൻ എക്സിന് പകരം യു എന്ന് കൊടുത്തു. അപ്പോൾ ഇ റൈസ് ടു യു. കോസ് എക്സ് ഡി എക്സിന് പകരം ഡി യു എന്ന് കൊടുത്തു. വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു യുവിൻ്റെ ഇന്റഗ്രൽ ഇ റൈസ് ടു യു പ്ലസ് എ കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു സൈൻ എക്സ് പ്ലസ് എ കോൺസ്റ്റന്റ്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ സൈൻ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇവിടെ സൈനിനകത്ത് ലോഗ് എക്സ് എന്നൊരു ഫംഗ്ഷനാണ് വരുന്നത്. അപ്പോൾ ഈ സൈനിനെ നമുക്ക് ഈ ഫംഗ്ഷൻ നമ്മൾക്ക് ഫൈ എന്ന് എഴുതാം, ലോഗ് എക്സിനെ നമുക്ക് എഫ് എക്സ് എന്ന് എഴുതാം. സൈൻ ലോഗ് എക്സ്. അപ്പം ഈ സൈനിനകത്തുള്ള ഫംഗ്ഷൻ ലോഗ് എക്സ് എന്നുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ പുറത്തുള്ള ഫംഗ്ഷൻ സൈൻ ഫംഗ്ഷൻ, അതിന് ഫൈ എന്ന് എഴുതാം. അകത്തുള്ള ലോഗ് എക്സിന് എഫ് എക്സ് എന്ന് കൊടുക്കാം. ഇനി 1/x എന്ന് പറയുന്നത് ഈ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പം എന്ത് വരും, നമുക്ക് ഇൻറ്റു എഫ് ഡാഷ് എക്സ് എന്ന് തന്നെ വരും. ഇതിൻ്റെ ഫോം സൈനിന് പകരം ഫൈ എന്ന് കൊടുത്തു, ലോഗ് എക്സിന് പകരം എഫ് എക്സ് എന്ന് കൊടുത്തു. 1/x dx. 1/x എന്ന് പറഞ്ഞാൽ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ്, അതായത് എഫ് എക്സ് ആണ് ലോഗ് എക്സ്, എഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് എഫ് ഡാഷ് എക്സ് ഉണ്ട്. അപ്പോൾ ഇതേ ഫോമിൽ കിടക്കുകയാണ്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ലോഗ് എക്സിന് പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടുത്തെ ലോഗ് എക്സിന് പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/x എന്ന് വരും. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ഈസ് 1/x ഇൻറ്റു ഡി എക്സ്, റൈറ്റ് സൈഡിൽ ഡി യു. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇൻ്റഗ്രൽ സൈൻ യു എന്ന് വരും, ലോഗ് എക്സിന് പകരം യു, അപ്പോൾ സൈൻ യു എന്ന് വരും. ഇനി ഡി എക്സ് ബൈ എക്സ്, ഈ 1/x ഡി എക്സിന് ഡി യു എന്ന് കൊടുക്കണം, ഇൻറ്റു ഡി യു ഇസ് ഈക്വൽ ടു സൈൻ യുവിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം, സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്, മൈനസ് കോസ് യു പ്ലസ് എ കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് ലോഗ് എക്സ്, യു എന്ന് പറയുന്നത് ലോഗ് എക്സ് ആണ്, പ്ലസ് എ കോൺസ്റ്റന്റ്. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ 1 പ്ലസ് ഇ റൈസ് ടു ടാൻ എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർഡ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ ടാൻ എക്സ് എന്നൊരു ഫംഗ്ഷനുണ്ട്, സീക്ക് സ്ക്വയർഡ് എക്സ് എന്നൊരു ഫംഗ്ഷനുണ്ട്. നമുക്കറിയാം ടാൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സീക്ക് സ്ക്വയർഡ് എക്സ് കിട്ടുമെന്നറിയാം. അപ്പോൾ ടാൻ എക്സിന് പകരം യു എന്ന് കൊടുക്കുക. ഇനി രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർഡ് എക്സ് ആണ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടാൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സീക്ക് സ്ക്വയർഡ് എക്സ് ഡി എക്സ് എന്ന് വരും, റൈറ്റ് സൈഡിൽ ഡി യു എന്ന് വരും. അപ്പോൾ ഇവിടെ 1 പ്ലസ് ഇ റൈസ് ടു ടാൻ എക്സ് എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു യു എന്ന് വരും, ഇൻറ്റു സീക്ക് സ്ക്വയർഡ് എക്സ് ഡി എക്സിന് പകരം ഡി യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഇൻറ്റു ഡി യു ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 ഇൻറ്റു ഡി യു. ഇൻ്റഗ്രൽ ഡി യു, ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, അപ്പോൾ ഇൻ്റഗ്രൽ ഡി യു എന്ന് പറഞ്ഞാൽ യു ആണ്. അപ്പോൾ ഇവിടെ യു പ്ലസ് ഇ റൈസ് ടു യുവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഇ റൈസ് ടു യു എന്ന് തന്നെ കിട്ടും.
plus a constant is equal to യുവിന് പകരം tan x. യുവിന് പകരം നിങ്ങൾ tan x തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ tan x പ്ലസ് e റൈസ് ടു tan x പ്ലസ് എ കോൺസ്റ്റൻ്റ് എന്ന് വരും. ഈ പ്രോബ്ലത്തിൽ e റൈസ് ടു എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർഡ് e റൈസ് ടു എക്സ് എന്നാണ് വരുന്നത്. അപ്പോൾ ഈ e റൈസ് ടു എക്സ് എന്നുള്ള ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ e റൈസ് ടു എക്സ് എന്ന് തന്നെ കിട്ടും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടത് e റൈസ് ടു എക്സിന് പകരമാണ്. e റൈസ് ടു എക്സിന് പകരം u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. e റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് e റൈസ് ടു എക്സ് എന്ന് തന്നെ വരും. അപ്പോൾ e റൈസ് ടു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് e റൈസ് ടു എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടി. യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ ഡി യു വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർഡ് യു e റൈസ് ടു എക്സിന് പകരം യു. അപ്പോൾ സീക്ക് സ്ക്വയർഡ് യു ഇൻറ്റു e റൈസ് ടു എക്സ് ഡി എക്സിന് പകരം ഡി യു. അപ്പോൾ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർഡ് യു ഡി യു എന്ന് വരും. സീക്ക് സ്ക്വയർഡ് യുവിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ടാൻ യു എന്ന് വരും പ്ലസ് എ കോൺസ്റ്റൻറ്റ്. യുവിന് പകരം e റൈസ് ടു എക്സ്. അപ്പോൾ ടാൻ e റൈസ് ടു എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർഡ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് ടാൻ സ്ക്വയർഡ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്നൊരു കാര്യം, ടാൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ സീക്ക് സ്ക്വയർഡ് എക്സ് എന്ന് കിട്ടും. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർഡ് എക്സ് ആണ്. അപ്പോൾ ടാൻ എക്സിന് പകരം നിങ്ങൾ യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ടാൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ സീക്ക് സ്ക്വയർഡ് എക്സ് ഇൻറ്റു ഡി എക്സ് is equal to dx. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ഈസ് സീക്ക് സ്ക്വയർഡ് എക്സ് ഡി എക്സ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഡി യു എന്ന് വരും മേളിൽ. സീക്ക് സ്ക്വയർഡ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി യു ആണ്. ഇൻ്റഗ്രൽ ഡി യു ബൈ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർഡ് എന്ന് വരും. ടാൻ എക്സ് എന്ന് പറയുന്നത് യു ആണ്. അപ്പോൾ ടാൻ സ്ക്വയർഡ് എക്സ് എന്ന് പറഞ്ഞാൽ യു സ്ക്വയർഡ്. 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർഡ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ 1 ബൈ റൂട്ട് 1 മൈനസ് യു സ്ക്വയർഡ് എന്ന് പറയുമ്പോൾ സൈൻ ഇൻവേഴ്സ് യു. സൈൻ ഇൻവേഴ്സ് യു പ്ലസ് എ കോൺസ്റ്റൻറ്റ് is equal to sin inverse u എന്ന് പറയുന്നത് tan x. sin inverse tan x plus a constant. sin inverse tan x plus a constant എന്ന് വരും. അപ്പോൾ ഇതാണ് ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഏത് ക്വാണ്ടിറ്റിക്ക് പകരമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടത്, ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 7 ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 8 ദി ഹോൾ ക്യൂബ്. നമുക്കറിയാവുന്ന കാര്യമുണ്ട്, 1 പ്ലസ് എക്സ് റൈസ് ടു 8ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത് 0 ആയിപ്പോവും. ഇത് 8 എക്സ് റൈസ് ടു 7 എന്ന് വരും. 1 പ്ലസ് എക്സ് റൈസ് ടു 8നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്നത് ഇത് 0. പിന്നെ എക്സ് റൈസ് ടു 8ൻ്റെ ഡെറിവേറ്റീവ് 8 എക്സ് റൈസ് ടു 7 ഇൻറ്റു ഡി എക്സ് is equal to du. അപ്പോൾ എക്സ് റൈസ് ടു 7 ഡി എക്സ് കിട്ടും. ഇവിടെ നിന്ന് ഡി യു ബൈ 8 എന്ന് വരും. അപ്പോൾ എക്സ് റൈസ് ടു 7 ഡി എക്സ് ഇവിടെ കിടപ്പുണ്ട്. അതിന് പകരം ഡി യു ബൈ 8 എന്ന് കൊടുക്കാം. is equal to ഇൻ്റഗ്രൽ ഡി യു ബൈ 8 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 8 എന്ന് പറയുന്നത് യു ആണ്. അപ്പോൾ യു ക്യൂബ് 1 ബൈ 8 പുറത്തു കൊണ്ടുവരണം. ഇൻ്റഗ്രൽ 1 ബൈ യു ക്യൂബിനെ നമുക്ക് യു റൈസ് ടു മൈനസ് 3 ഡി യു എന്ന് എഴുതാം. 1 ബൈ യു ക്യൂബ് യു റൈസ് ടു മൈനസ് 3 ന്യൂമറേറ്റർ പോകുമ്പോൾ യു റൈസ് ടു മൈനസ് 3. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 1 ബൈ 8 ഇൻറ്റു യു റൈസ് ടു മൈനസ് 3 പ്ലസ് 1 എന്ന് വരും ബൈ മൈനസ് 3 പ്ലസ് 1 പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു 1 ബൈ 8 ഇൻറ്റു ഇത് മൈനസ് 3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 2 ആണ്. യു റൈസ് ടു മൈനസ് 2 ബൈ മൈനസ് 2 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. 8 ഇൻറ്റു മൈനസ് 2 മൈനസ് 16. മൈനസ് 1 ബൈ 16 ഇൻറ്റു 1 ബൈ യു സ്ക്വയർഡ് എന്ന് വരും. ഈ യു റൈസ് ടു മൈനസ് 2നെ താഴെ കൊണ്ടുവരുമ്പോൾ യു സ്ക്വയർഡ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. മൈനസ് 1 ബൈ 16 ഇൻറ്റു 1 ബൈ യുവിന് പകരം അതായത് 1 പ്ലസ് എക്സ് റൈസ് ടു 8 സ്ക്വയർഡ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇതിപ്പം കുറച്ച് സ്റ്റെപ്സ് എഴുതാനുണ്ടായിരുന്നു.
അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയണം. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് 5x ദി ഹോൾ സ്ക്വയർഡ് ബൈ 1 + 25x സ്ക്വയർഡ് dx. ഇത് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതിൽ ഒരു ഫംഗ്ഷന് നമ്മൾ u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് ആ ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏത് ഫംഗ്ഷന് പകരമാണ് u എന്ന് കൊടുക്കേണ്ടത്? ഇവിടെ ടാൻ ഇൻവേഴ്സ് 5x ഉണ്ട്, പിന്നെ ഒരു 1/1 + 25x സ്ക്വയർഡ് ഉണ്ട്. ഇത് രണ്ട് ഫംഗ്ഷൻസാണ് നമുക്കുള്ളത്. അതിലൊരു ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇതിലുള്ള മറ്റൊരു ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ടാൻ ഇൻവേഴ്സ് 5xന് പകരമാണ് u കൊടുക്കേണ്ടത്. ടാൻ ഇൻവേഴ്സ് 5xന് പകരം u എന്ന് കൊടുത്തു. ഇനി രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/1 + x സ്ക്വയർ. ടാൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ 1/1 + x സ്ക്വയർഡ് എന്ന് വരും. ഇവിടെ ടാൻ ഇൻവേഴ്സ് 5x ആയതുകൊണ്ട് 1/1 + എക്സിന് പകരം 5xൻ്റെ സ്ക്വയർ ഇങ്ങനെ വരും. കഴിഞ്ഞിട്ടില്ല. എക്സ് ആണെങ്കിൽ dx എന്ന് എഴുതാം. 5x ആവുമ്പോൾ 5xനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. പിന്നെ അപ്പോൾ 5dx എന്ന് വരും. 5 × xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ dx, 5dx. is equal to റൈറ്റ് സൈഡ് du. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 5xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/1 + എക്സിന് പകരം 5x സ്ക്വയർഡ് ഇൻറ്റു 5xൻ്റെ ഡെറിവേറ്റീവ് 5 × dx is equal to du. ഇനി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1/1 + ഇത് 5x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25x സ്ക്വയർഡ് ഇൻറ്റു dx. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ du/5 ഇങ്ങനെ വരും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു. ടാൻ ഇൻവേഴ്സ് 5xന് u എന്ന് കൊടുത്തു, എന്നിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. എന്നിട്ട് ആ ഇൻ്റഗ്രൽ സിമ്പലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടാൻ ഇൻവേഴ്സ് 5x എന്ന് പറയുന്നത് u ആണ്. അപ്പോൾ u സ്ക്വയർഡ് ഇൻറ്റു dx/1 + 25x സ്ക്വയർഡ്. dx/1 + 25x സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ du/5 ഇൻറ്റു du/5. 1/5 പുറത്തുകൊണ്ട് u സ്ക്വയർഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഒന്നുകൂടെ കൂടും, u³/3 എന്ന് വരും. പ്ലസ് എ കോൺസ്റ്റൻറ്റ്. 5 × 3 15 ആണ്. 1/15 u എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 5x. യുവിന് പകരം ടാൻ ഇൻവേഴ്സ് 5x. ടാൻ ഇൻവേഴ്സ് 5x u³ ആണ്. അപ്പോൾ ക്യൂബ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇതൊക്കെ നിങ്ങൾ പലതവണ എഴുതി പഠിക്കണം, എന്നാലേ ഈ പ്രോബ്ലം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചെയ്യാൻ കഴിയൂ. അടുത്ത പ്രോബ്ലമാണ് ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് 2x/√1 - 4x സ്ക്വയർഡ് ഇൻറ്റു dx. ഇപ്പോൾ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂഷനാണ്. സൈൻ ഇൻവേഴ്സ് 2x ഉണ്ട്, 1/√1 - 4x സ്ക്വയർഡ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷനിൽ ഏത് ഫംഗ്ഷന് പകരമാണ് u എന്ന് കൊടുക്കേണ്ടത്? ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും സൈൻ ഇൻവേഴ്സ് 2xന് പകരം u എന്ന് കൊടുക്കണം. സൈൻ ഇൻവേഴ്സ് 2xന് പകരം u എന്ന് കൊടുത്തു. ഇനി ഈ ഫംഗ്ഷൻ്റെ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 2xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/√1 - x സ്ക്വയർ എന്നാണ് വരുന്നത്. എപ്പോഴാണ്? സൈൻ ഇൻവേഴ്സ് x ആണെങ്കിൽ. ഇവിടെ സൈൻ ഇൻവേഴ്സ് 2x ആണ്. അപ്പോൾ 1 - xന് പകരം 2x സ്ക്വയർ ഇങ്ങനെ വരും. ഇൻറ്റു ഇനി 2xൻ്റെ ഡെറിവേറ്റീവ് ആണ്. മറ്റേതാണെങ്കിൽ x മാത്രമേ ഉള്ളെങ്കിൽ dx എന്ന് എഴുതും. 2x ഉള്ളപ്പോൾ 2 × dx എന്ന് എഴുതും. റൈറ്റ് സൈഡിൽ du എന്ന് എഴുതും. ഇനി ചെയ്യേണ്ടത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2xൻ്റെ സ്ക്വയർ 4x സ്ക്വയർഡ് എന്ന് വരും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ du/2 എന്ന് വരും. ഇനി ഇതാ ഇൻ്റഗ്രൽ സിമ്പലിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇൻ്റഗ്രേഷനകത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സൈൻ ഇൻവേഴ്സ് 2x എന്ന് പറയുന്നത് u ആണ്. dx/√1 - 4x സ്ക്വയർഡ്. സോറി, ഇത് x ആണ്.
dx by root 1 minus 4x squared എന്ന് പറയുന്നത് du by 2. u into du by 2. 1 by 2 പുറത്തെടുക്കണം. ഇനി u du, യുവിനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. യുവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ u raised to 1 plus 1 by 1 plus 1, അതായത് u squared by 2 plus a constant. 1 by 2 into 1 by 2, 1 by 4. 1 by 2, 1 by 2, 1 by 4. u എന്ന് പറയുന്നത് sin inverse 2x. അപ്പോൾ u squared ആകുമ്പോൾ sin inverse 2x the whole square plus a constant. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ സൈൻ 3 plus 4 log x ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ചെയ്യേണ്ടത്. 3 plus 4 log എക്സിന് പകരം ഈ ഒന്ന് കൊടുക്കുക. ഈ സൈനിൻ്റെ അകത്തുള്ള 3 plus 4 log എക്സിന് പകരം യു എന്ന് കൊടുത്തു. ഇനി രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 3 ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 ആണ്. 4 ഇൻറ്റു log എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 by x ഇൻറ്റു ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി യു എന്ന് വരും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 by x ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി യു ബൈ 4 എന്ന് വരും. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ സൈൻ യു എന്ന് വരും. സൈൻ ഇത് യു ഇൻറ്റു ഡി എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ഡി യു ബൈ 4. സൈൻ യുവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് യു എന്ന് കിട്ടും. ഇത് 1 by 4. 1 by 4 ഇൻറ്റു മൈനസ് കോസ് യു. സൈൻ യുവിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് യു പ്ലസ് എ കോൺസ്റ്റന്റ്. യുവിന് പകരം 3 plus 4 log x. minus 1 by 4 cos u, cos 3 plus 4 log x plus a constant. അപ്പം ഇതിനകത്തുള്ള ഏകദേശം ഈ മോഡലിലുള്ള എല്ലാ പ്രോബ്ലംസും കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കുക.